വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ഇടനേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അവിലും പഴമൊക്കെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിവിടെ റെഡ് കളറിലുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് വേണമെങ്കിൽ വൈറ്റും എടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ കുറച്ച് തേങ്ങ, ശർക്കര, അതേപോലെ കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് അവിലെടുക്കണേ അതിനനുസരിച്ചിട്ട് ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ അളവ് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. അതേപോലെ പഴത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കാം. ഇത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ മുറിച്ച് വെച്ചിട്ടുള്ള പഴമെല്ലാം അതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി നെയ്യ് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് വാടിയ പോലെ ആവരുത്, കുറച്ചൊരു കളർ ചേഞ്ച് വരണം കേട്ടോ. പഴത്തിനൊരു ചെറിയൊരു മൊരിഞ്ഞ് പോയിട്ടുള്ള ആ ഒരു കളറ് വരികയാണെങ്കിൽ ആ സമയത്ത് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം കുറവ് വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നില്ല, അല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അവിൽ നല്ല കട്ടിയുള്ള അവിൽ തന്നെ നോക്കിയെടുക്കണം. നൈസായിട്ടുള്ള അവിലെടുക്കരുത്. കട്ടിയുള്ള അവിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നട്ട്സൊക്കെ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴമൊക്കെ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഏലക്ക ചതച്ചിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതും ചെറുതീയിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഈ ശർക്കര എല്ലാം ഇതിൽ അവിലെല്ലാം മിക്സായിട്ട് വരുന്ന ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണത്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴമൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.